ജീവൻ പോയ കഥയുണ്ട്. കേട്ട ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഭയങ്കര. ഇച്ചായം കള്ളക്കഥ പറയാൻ തുടങ്ങുന്നു. പോടി ഓടുന്നു. സാരമില്ല, അങ്കിൾ പറഞ്ഞു ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂടാ. അങ്ങനെ പറ. പക്ഷേ ഇതൊരു കഥയല്ല, നടന്ന സംഭവ. അപ്പാപ്പൻ മരിച്ച വിവരം കുമളിയിലുള്ള വല്യപ്പനെ അറിയിക്കാൻ പോണം. അന്ന് ആരും അതിന് തയ്യാറല്ല. എന്റെ ചെറുപ്പത്തിൽ നോക്കുകൊണ്ട് ഞാൻ എന്റെ ബുള്ളറ്റും എടുത്ത് തിരിച്ചു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടിക്കാനം മുതൽ കുമളി വരെ അന്ന് നല്ല കാടാ. നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ടു. ഏതാണ്ട് രാത്രി 11:45 ശ്മശാനത്തിനടുത്തെത്തി. തൊട്ടെതിരെയാണെങ്കിൽ അതിഭയങ്കരമായൊരു കൊക്ക. സായിപ്പ് കൊക്ക എന്നാണ് അതിന്റെ പേര്. പണ്ടെങ്ങാണ്ട് ഏതൊരു സായിപ്പ് ജീപ്പോടുകൂടി ആ കൊക്കയിലേക്ക് മറിഞ്ഞുത്രേ. ആ സായിപ്പും ജീപ്പും രാത്രികാലങ്ങളിൽ അതിലെ പോകുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. കുറുക്കന്റെ ഊരിയിടലും കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടും മരം കൂച്ചുന്ന തണുപ്പും മൂടൽ മഞ്ഞുകൂടി ആയപ്പോ പിന്നെ പറയുകയും വേണ്ട. തൊട്ടു മുമ്പിൽ എന്താണെന്ന് ഒരു പിടിയില്ല. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നൊരു വെളിച്ചം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് പൈക്കുന്നു. ആരോ പിടിച്ചു വെച്ചത്. ഞാൻ തളർന്നു. വെളിച്ചം എന്റെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കറുത്ത ജീപ്പും അതിനകത്ത് വികൃതരൂപനായ ഒരു സായിപ്പും. ഒരു നിമിഷം ഞാൻ ഗീവർഗീസ് പുണ്യാണെന്ന് മനസ്സിൽ ധ്യാനിച്ചു. കിക്കറിന്റെ ഒറ്റ ചവിട്ട്. ബൈക്ക് സ്റ്റാർട്ടായി. ഞാൻ വണ്ടി തിരിച്ചുവിട്ടു. തൊട്ടുപുറകെ സായിപ്പിന്റെ ജീപ്പും. ബൈക്ക് 80, 90, 100, 120. എനിക്ക് പുറകെ 2 അടി വ്യത്യാസത്തിൽ ആ കറുത്ത ജീപ്പും. ഞാൻ വളവ് തിരിഞ്ഞു. അതേ കറുത്ത ജീപ്പ് എന്റെ തൊട്ടു മുൻപിൽ എനിക്കെതിരെ. 2 തീക്കട്ട പോലെ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ്. എന്റെ കണ്ണ് ചിമ്മി. 1, 2, 3. നീ എന്തിനിപ്പോ കൈ ഇങ്ങനെ പൊക്കിയേ? ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ ഔട്ടാ. പറ്റില്ല. എന്നെ എൻകറേജ് ചെയ്യുമോളെ? തീർച്ചയായും. അങ്ങനെ തീക്കവിടെ. ഓക്കെ. Sorry, it's all right. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവല്ലേ?
പൊൻപൊടി തൂവിയ പുലരിത്താരം തേടി മഞ്ചാടി തീനിയൊതുക്കിയ പൂവായ കിളിപ്പാടി കാകളിൽ മൂളുമ്പോൾ താനേ നാടുമ്പോൾ സോറി, വെരി വെരി സോറി. ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല, ഇങ്ങോട്ട് യാത്ര പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അയ്യോ, നിങ്ങൾ ഊട്ടിക്കാണ്ട് ഒന്ന് രണ്ട് പ്രത്യേക സ്ഥലങ്ങൾ കൂടി ഇവിടെ ഉണ്ട്, അത് കാണാൻ പോവാ. സ്ഥലം അങ്ങോട്ട് കയറിട്ടെ, അങ്ങോട്ട് കയറിട്ടെ. ഹണിമൂൺ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹണിമൂൺ ഫോറസ്റ്റ് നല്ല അസലുകാട് ഊറ്റാക്കൂരി അങ്ങോട്ട് കയറിട്ടെ, കയറിട്ടെ, കയറിട്ടെ. കിടക്കട്ടെ. സരി 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 സരി. ആ പോവാ. ഞാൻ അറിയില്ല. അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാൻ ആയിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായി പോയി. പക്ഷേ സീസൺ ആയില്ല. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മുടെ നാട്ടില് കുതിരയല്ല, പോളിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീട്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട, പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, നിർത്ത്. ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട്. ഇന്നിറങ്ങാം. മെല്ലെ 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 സൂക്ഷിച്ച്. ഞാൻ കൈ പിടിക്കാം. വേണ്ടല്ലേ? നടക്കാം. കല്ല് സാറ് അതിലിറങ്ങി സാറേ. വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വസ്ഥലവും എനിക്കറിയാവുന്നതല്ലേ. ബൊട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാത്? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അന്നയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവൾ അപ്പ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ലു കുളിച്ചിട്ട് വാ. ചെല്ലേ. നിക്ക് പാഞ്ചാലി പാറ. ഒറ്റ കല്ലിലെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ഇങ്ങനെ വരരുത്. എന്താ എന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഇതിന് നടുവിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ടിപ്പുറത്ത് ഇയാള് പോയില്ലേ? എന്തേ നിന്നിപ്പോ എന്തിനെങ്ങനെ കെട്ടിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്. കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇവരെവിടേക്ക് പോയേ? ഓ, നിനക്കിപ്പോ സമാധാനമായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ അവരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒറ്റ അടിച്ചോ എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ രക്ഷപ്പെട്ടു. ഇത് ആന്റിക്കാ. ആന്റി തിന്നോ? ആന്റി പിന്നെ കഴിച്ചോളും. മോൻ പൊയ്ക്കോ. ഹൈ, ഈ മണം മാത്രം മതി, എന്ത് വേണേലും കഴിക്കാം.
എടി അന്നെ അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. ദാ പോസ്റ്റൽ കട്ട്ലൈറ്റ്, ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ആ. മക്കളെ പ്രാർത്ഥിക്കട്ടെ.